നമുക്ക് ഈ സംഗം യുഗത്തിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണിത് വജ്രസമാനം? വജ്രം മീൻസ് ഏറ്റവും വാല്യുബിൾ, ഏറ്റവും പ്രകാശമുള്ളത് അല്ലേ? അപ്പോൾ വജ്രസമാനം നമ്മുടെ ജീവിതത്തെ മൂല്യമുള്ളതാക്കി മാറ്റാൻ ഈ സമയത്ത് കഴിയും. അത് നമുക്ക് രാമായണത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രാമായണ കഥ, സീതാ അപഹരണം അല്ലേ? രാമൻ്റെ സീതയെ രാവണൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സീതയെ കൊണ്ടുപോയി അർത്ഥം ശുദ്ധിയെ കൊണ്ടുപോയി. രാവണനാര 5 വികാരം. സീത ആരാണ്? പരമാത്മാ രാമനാകുമ്പോൾ നമ്മൾ ആത്മാക്കളെല്ലാം സീതമാരാണെന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് മനസ്സിലാക്കി. ആത്മാവാകുന്ന സീതയെ രാവണൻ കൊണ്ടുപോയി അർത്ഥം നമ്മളിലെ നന്മയെ, ശുദ്ധിയെ, നമ്മുടെ സദ്ഗുണങ്ങളെയാണ് അപഹരിച്ചത്. ആര്? രാവണൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നതോടുകൂടി അല്ലെ? രാവണൻ ഇരുട്ടാണ്, അതോടുകൂടി നമ്മുടെ വെളിച്ചം, സദോ ഗുണങ്ങൾ, ശക്തികൾ, വിവേകം അതാ പോയി. ആദ്യം തട്ടിയെടുത്തത് എന്താണ്? രാവണൻ. ഭഗവാൻ പറയുന്നത്, മക്കളെ, രാവണൻ നിങ്ങളുടെ ഇന്ന് ആദ്യം തട്ടിയെടുത്തത് നിങ്ങൾ ആത്മാവാണെന്ന ബോധം, അതാണ്. ദേഹമാണെന്ന അഭിമാനമാണ് ആദ്യം നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അപ്പം രാവണൻ്റെ കയ്യിൽ നിന്ന് സീതയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക്, സദോ ഗുണി അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു വരണം. പതിതാത്മാവിന് പാവനമാകണം. അപ്പോൾ ഇതാരുടെ ജോലിയാണ്? നമ്മളെ അല്ലേ? നമ്മുടെ ഉള്ളിൽ നിന്ന് അശുദ്ധിയെ കളയാനും ശുദ്ധിയെ തിരിച്ചു കൊണ്ടുവരാനും നമ്മളെ സഹായിക്കുക. ഇതാരുടെ ജോലിയാണ്? രാമൻ്റെ. രാമനെ കഴിയൂ. അപ്പം സാധാരണ പറയാറില്ലേ, ഇപ്പം നമ്മുടെ കിണറ്റിലുള്ള വെള്ളം മേലെ ടാങ്കിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു മോട്ടറിൻ്റെ സപ്പോർട്ട് വേണം. അതേസമയം മേലെ ടാങ്കിൽ നിന്ന് വെള്ളം താഴേക്ക് വരെ നമ്മൾ പൈപ്പൊന്ന് തുറന്നാൽ മതി, നമുക്ക് വെള്ളം കിട്ടും. അവിടെ എക്സ്ട്രാ ഫോഴ്സൊന്നും വേണ്ട. പക്ഷെ താഴ്ന്ന് മേലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ഒരു മോട്ടറിൻ്റെ സഹായം. അതും വെള്ളം എത്ര താഴ്ചയിലാണോ, കിണറിന് എത്ര താഴ്ചയുണ്ടോ അതിനനുസരിച്ച് പവർ വേണം നമ്മുടെ മോട്ടറിന്, വേണ്ടേ? അപ്പം അതുകൊണ്ട് നമ്മളും ഇപ്പം എന്ത് ചെയ്തു? മേലെന്ന് താഴെ എത്തി. അതുകൊണ്ട് ഇനി മേലേക്ക് കയറാൻ എന്ത് വേണം? നമുക്ക് രാമൻ്റെ സപ്പോർട്ട് കൂടിയേ മതിയാക്കുള്ളൂ. അപ്പോൾ പരമാത്മാ രാമൻ ചെയ്യുന്നത് ഇതാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ നന്മകളെ, സദോ ഗുണങ്ങളെ അല്ലെ, വെളിച്ചത്തെ, നമ്മുടെ പവിത്ര ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുക. അതാണ് ആരുടെ കർത്തവ്യം? ഈശ്വരൻ്റെ കർത്തവ്യം. ഇനി രാമായണത്തിൽ നോക്കൂ, സീതയെ രാമൻ ഒറ്റയ്ക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം, രാവണനെ തോൽപ്പിക്കാം. പക്ഷെ രാമൻ ഒറ്റയ്ക്ക് ആ കർത്തവ്യം ചെയ്യുന്നില്ല. എന്താ കഥയിൽ കാണിച്ചിരിക്കണേ? രാമൻ ഒരു വിധി അതിനു വേണ്ടി തയ്യാറാക്കുകയാണ്. ഒരു വാനരസേനയെ തയ്യാറാക്കുകയാണ്. എന്നിട്ട് ആ വാനരസേനയുമായിട്ട് ഒരു സന്ധി ഉണ്ടാക്കിയിട്ട്, സുഗ്രീവനുമായിട്ട് സന്ധി ഉണ്ടാക്കി വാനര സൈന്യത്തെ ഉപയോഗിച്ചിട്ട് സേതുബന്ധനം നടത്താൻ. കാരണം ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് പോകണം. അതിനെന്ത് വേണം? കടൽ കടക്കാൻ സേതു വേണം, പാലം വേണം. സാധാരണ പറയാറില്ലേ അല്ലേ, ജീവിതത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ, സംസാര സാഗരം എന്നാ പറയാം അല്ലേ? അപ്പം ഈ കലിയുഗി ജീവിതം ആകുന്ന ഈ സംസാര സാഗരം അല്ലേ, ഇവിടെ നിന്ന് നമുക്ക് അക്കരെ കടക്കാൻ എന്ത് വേണം? ഒരു പാലത്തിൻ്റെ ആവശ്യമുണ്ട്. അതിനാണ് പരമാത്മാ രാമൻ വന്നിട്ട് വാനരസേനയെ തയ്യാറാക്കണം. വാനരസേനയുടെ പ്രത്യേകത എന്താ? വാനരന്മാരുടെ മുഖം, തല കുരങ്ങൻ്റെ, ഉടല് മനുഷ്യൻ്റെ. ധാര ഇപ്പോൾ രൂപം, ഭഗവാൻ എപ്പോഴും പറയാറുണ്ട് നിത്യ സത്സംഗത്തിൽ, മക്കളെ നിങ്ങളുടെ രൂപം മനുഷ്യൻ്റെയാണ്, പക്ഷെ സ്വഭാവമൊക്കെ കുരങ്ങനെ സമാനാണെന്ന് പറയും ഈശ്വരൻ അല്ലേ? ഭഗവാൻ എങ്ങനെ പറയാറുണ്ട്. എൻ്റെ അർത്ഥം എന്താ? തല അർത്ഥം അല്ലേ, സ്വഭാവങ്ങൾ. കുരങ്ങൻ്റെ പ്രത്യേകത എന്താ? ചഞ്ചലമാണ്, എപ്പോഴും ചഞ്ചലമാണ്. 5 വികാരങ്ങളുടെ മൂർത്തിമത് ഭാവമായിട്ടാണ് കുരങ്ങനെ കാണിക്കുന്നത്. കുരങ്ങൻ്റെ ഉള്ളിൽ കാമവും കൂടുതലാണ്, ക്രോധവും കൂടുതലാണ്. ഒരാന ദൂരത്തുനിന്ന് നടന്നു പോയാൽ മതി, കുരങ്ങനെ ഇത്രയേ ഉള്ളൂ, എന്നാലും എന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കും, ആനയെ പേടിപ്പിക്കും പോലെ. അത്ര അഹങ്കാരിയുമാണ്.
എല്ലാം വളരെ കൂടുതലാണ്, ആർത്തിയും ജാസ്തിയാണ്. എത്ര വയറ് നിറഞ്ഞിരുന്നാലും പിന്നെയും തട്ടിപ്പറിക്കുക എന്തെങ്കിലും കണ്ട. എല്ലാ ദുർവികാരങ്ങളുടെ മൂർത്തിയാണ് വാനരൻ. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ മനസ്സ് ചഞ്ചലത നിറഞ്ഞ ഒരു വാനരൻ. ആ വാനരൻ മദ്യവും കൂടി കുടിച്ചിട്ട് ഇരിക്കുക എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. മദ്യം കുടിച്ചിരിക്കുന്ന വാനരനെ ഒരു തേനീച്ചയും കൂടെ കുത്തിയെന്നിരിക്കട്ടെ, അപ്പോൾ എങ്ങനെയുണ്ടാവും? ഓൾറെഡി ചഞ്ചലം, അയാൾ കള്ളും കൂടെ കുടിച്ചു ആ കുരങ്ങൻ, എന്നിട്ട് അയാളെ വന്നൊരു തേനീച്ചയും കൂടെ കുത്തി. എന്താ അവസ്ഥ? ആ കുരങ്ങൻ്റെ അവസ്ഥയാണ് മനുഷ്യൻ്റെ മനസ്സെന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെ, ചഞ്ചലതയെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഉദാഹരണം. ആ അവസ്ഥയിലാണ് ആര് നമ്മളോരോരുത്തരും. ആണോ അല്ലേ? ഇപ്പം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോ ദിവസവും ഭഗവാൻ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക. എങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്? നമ്മളെ എങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ല? ഈശ്വരൻ ജ്ഞാനം തന്ന് നമ്മുടെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഥയിൽ പറയാറുണ്ട്, രാമായണത്തിൽ സേതുബന്ധന സമയത്ത് ഹനുമാൻ ആദ്യം കല്ലുകൾ പെറുക്കി കൊണ്ടുവരണമല്ലോ ചിറകെട്ടാൻ. അപ്പോൾ ഓരോ കല്ലെടുക്കുന്ന സമയത്തും വലിയ വലിയ കല്ലുകൾ എടുത്തിട്ട് ഓരോ കല്ലിലും രാമ രാമ എന്ന് എഴുതാം. എന്നിട്ട് ആ കല്ലെടുത്തിട്ട് അടുത്ത കുരങ്ങൻ്റെ കീഴിലേക്ക് കൊടുക്കും. അപ്പോൾ രാമ രാമ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ കല്ല് പൂ പോലെ എടുത്തിട്ട് ഓരോ കുരങ്ങന്മാരും കൊണ്ടുപോകുമെന്ന് പറയാം. അല്ലെങ്കിൽ അതെടുക്കാൻ പറ്റില്ല, പൊങ്ങില്ല. അങ്ങനെ പൂക്കൾ തൂക്കിയെടുത്തിട്ട് പോകുന്നത് പോലെ സുഖമായിട്ട് എല്ലാവരും, ഈ സൈന്യത്തിലുള്ള എല്ലാവരും സേവനം ചെയ്തു അല്ലേ? സേതുബന്ധനം നടത്തി. ഓരോ പണികളും അങ്ങനെ ചെയ്തു. കാരണം എന്താ? രാമശക്തി, രാമനാമത്തിൻ്റെ ഉള്ളിലെ ശക്തി. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഈ വാനരസേന കല്ലെടുക്കണത് കണ്ടപ്പോൾ രാമലക്ഷ്മണന്മാർ വിചാരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ ഇവരുടെ കൂടെ. അപ്പോൾ രാമൻ പോയി കല്ല് പൊക്കും, ഇവരെടുക്കണ പൊങ്ങുന്നില്ല. അപ്പോൾ കാരണം ചോദിക്കും. അപ്പോൾ ഹനുമാൻ എന്താ പറയണേ? രാമൻ പൊക്കിയിട്ട്, ശ്രീരാമൻ പൊക്കിയിട്ട് കല്ല് പൊങ്ങണില്ല. അപ്പോൾ ഹനുമാൻ എന്താ പറയണേ? രാമനാമത്തിൻ്റെ ഉള്ളിൽ അത്ര ശക്തിയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ? രാമൻ, ഏത് രാമൻ? പരമാത്മാ രാമൻ്റെ സ്മൃതി ആത്മാവിന് ഇത്രയും ശക്തി നൽകും. പരമാത്മാവിൻ്റെ ഓർമ്മയിലൂടെ കിട്ടുന്ന ശക്തി ആത്മാവിനാകുന്ന ഈ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഈ ശരീരത്തിന് പോലും ഇത്രയും കരുത്തുണ്ടാവും. ചെയ്യാൻ പറ്റാത്തത് ഭഗവാൻ പറയും അസംഭവ്യം സംഭവ്യമാക്കാൻ പറ്റും എന്നാണ് ഈശ്വരൻ പറയണം. കാരണം ചെയ്യിപ്പിക്കുന്നത് ഞാനാണ്, നിങ്ങൾ കേവലം ചെയ്യുന്നവർ മാത്രമാണ്. അതാണ് രാമ രാമ എന്ന് ഓരോ കല്ലിലും എഴുതുക. അർത്ഥം എന്താ? ഇത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധമില്ല ഹനുമാന്. പിന്നെയോ പരമാത്മാ ചെയ്യിപ്പിക്കുന്നു. ചെയ്യുന്നതും രാമ രാമ 2 തവണ. എൻ്റെ അർത്ഥം എന്താ? ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും പരമാത്മാവാണ്. ആ സ്മൃതിയിൽ ചെയ്യുമ്പോൾ എത്ര വലിയ കാര്യം എന്താകും? ഇത്രയും വലിയ കാര്യമാണ്. കടലിന് കുറുകെ പാലം കെട്ടുക ചെറിയ കാര്യമില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ സംസാര സാഗരത്തിലിരിക്കുമ്പോൾ നമുക്ക് ഇക്കരെ നിന്ന് അക്കരെ പോകണമെങ്കിൽ പല സംഭവങ്ങളും അത്ര വലുത് വരും. പക്ഷേ നമുക്ക് അക്കരെ കടക്കാൻ ഈ രാമ അർത്ഥം എന്താ? ആത്മാവായ ഞാൻ പരമാത്മാവുമായി കണക്റ്റായിട്ട് ഈശ്വരൻ്റെ ഓർമ്മയിൽ നമുക്ക് കിട്ടുന്ന ശക്തി, ഞാനെന്ന ദേഹബോധം കളഞ്ഞിട്ട് ഞാനൊരാത്മാവാണെന്ന ബോധത്തിൽ ചെയ്യുമ്പോൾ, പരമാത്മാ എന്നെക്കൊണ്ട് ചെയ്യിക്കുകയാണെന്ന സ്മൃതിയിൽ ചെയ്യുമ്പോൾ, ഭഗവാന് മുന്നിൽ സമർപ്പണമായി ജീവിതം ജീവിക്കുമ്പോൾ, ഇത് രണ്ടുമാണ് ആത്മീയതയുടെ ബാലപാഠം. ഇത് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് വരെയുള്ള പാഠം. ഞാനെന്ന ദേഹബോധത്തെ സ്വാഹ ചെയ്യുക. എൻ്റെ എന്ന അഹങ്കാരത്തെ നമ്മൾ സ്വാഹ ചെയ്യുക. ഞാനെന്ന അഹങ്കാരം, എൻ്റെ എന്ന മോഹം ഒട്ടിപ്പിടുത്തം അല്ലേ? അപ്പം അതുകൊണ്ട് രാമന് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ജയിക്കാം. പക്ഷെ എന്തിനു വേണ്ടി വാനരസേനയെ ഉപയോഗിക്കുന്നു? നമുക്കോരോരുത്തർക്കും, നമുക്കോരോ വാനരന്മാർക്ക് എന്ത് ചെയ്യണം? പരിവർത്തനം ഉണ്ടാകണം. നമ്മളെ പരിവർത്തനപ്പെടുത്താൻ പരമാത്മാ ഒരു നല്ല പദ്ധതി ഉണ്ടാക്കിയിരിക്കുകയാണ് സേതുബന്ധനത്തിൻ്റെ.
ആ പദ്ധതിയാണ് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ സാധാരണ പറയില്ലേ, ഗോഡ്സ് പ്ലാൻ. ഈശ്വരൻ്റെ പദ്ധതിയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് നമുക്ക് നമ്മുടെ പ്ലാനും പദ്ധതിയുണ്ട്. അതാണ് ഈ കണ്ട ജീവിതം മുഴുവൻ നമ്മൾ നടത്തിക്കൊണ്ടുവന്ന ഈ ആയുഷ്കാലം മുഴുവൻ ആ പദ്ധതിയിലൂടെ സഞ്ചരിച്ചിട്ട് നമ്മൾ എവിടെ എത്തി? രാവണൻ്റെ വായിൽ പോയി പെട്ടു. ഇനി നമുക്ക് സീതമാർക്ക് പുറത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഗോഡ്സ് പ്ലാനിനനുസരിച്ച് നീങ്ങുക. ഈശ്വരൻ്റെ പദ്ധതി, ആ പദ്ധതിയുടെ പേരാണ് ശ്രീമതം, പരമാത്മാവിൻ്റെ ഡയറക്ഷൻ. അതിനെയാണ് ഗീത. ശ്രീമതം, പരമാത്മാ നമുക്ക് നൽകുന്ന പെരുമാറ്റച്ചട്ടമുണ്ട്. അങ്ങനെ ഒരു ശ്രീമതത്തിൻ്റെ, അങ്ങനെ ഒരു ഗീതാജ്ഞാനത്തിൻ്റെ, അങ്ങനെ ഒരു പെരുമാറ്റച്ചട്ടം നൽകിയിട്ട് നമ്മളെ എന്ത് ചെയ്യാണ്? ഇക്കരയിൽ നിന്ന് അക്കരെ പോകാൻ ഭഗവാൻ നമ്മളെ തയ്യാറാക്കുകയാണ്. അതിനു വേണ്ടി ഭഗവാൻ ഒരു സേനയെ റെഡിയാക്കുകയാണ്. ആ സേനയുടെ പേരാണ് ഏത്? വാനരസേന. ഇനി നിങ്ങൾ പറയൂ, ഏതായിരിക്കും ആ സൈന്യം? ആരെയായിരിക്കും ഭഗവാൻ ഉപയോഗിക്കണേ? ഭഗവാൻ ഈ സമയത്ത് ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് ഇവിടുന്ന് അക്കരയ്ക്ക് പോകാൻ, കലിയുഗത്തു നിന്ന് സത്യയുഗത്തിലേക്ക് പോകാൻ ഒരു ചിറ കെട്ടണം, വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആരെ ഉപയോഗിക്കും സഹായിക്കാൻ? ആരെ ഉപയോഗിക്കുക? ഭഗവാൻ ഭൂമിയിൽ ഇറങ്ങി വരുമ്പോൾ ഭഗവാനെ പോലെ യോഗ്യരായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും അല്ലേ? ഇവിടെ ഭഗവാന് വരുന്ന സമയത്ത് ഭഗവാനെ തിരിച്ചറിഞ്ഞ് പരമാത്മ കാര്യങ്ങളെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് ഈശ്വരൻ പറയുന്ന മാർഗത്തിൽ സഞ്ചരിക്കുന്ന മക്കളാരാണോ അല്ലേ, ആ വാനരന്മാരെ, വാനരൻ ആ വാക്കിൽ തന്നെയുണ്ട് നരൻ. അപ്പോൾ ഭഗവാൻ ഉപയോഗിക്കുന്നത് ആരെയാണ്? നരനെയാണ്. പക്ഷേ നരൻ എന്തുണ്ട് അല്ലേ? നമുക്കൊക്കെ ഇപ്പോൾ ഒരു വാലുണ്ട്. വാനരൻ, വാലുള്ളവരാ. വാലേതിൻ്റെ? കാമത്തിൻ്റെ വാല്, ക്രോധത്തിൻ്റെ വാല്, മോഹത്തിൻ്റെ വാല്, അഹങ്കാരത്തിൻ്റെ വാല് അല്ലേ? ഈ വാലുകളെ ആണ് മാറ്റിത്തരാൻ ഭഗവാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരൻ നിത്യ സത്സംഗത്തിൽ പറയാറുണ്ട്, മക്കളെ, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മുഖം നോക്കൂ പ്രാണി ദർപ്പണത്തിൽ. ഏത് ദർപ്പണത്തിൽ? പരമാത്മ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനം ഒരു കണ്ണാടി പോലെ വെച്ചിട്ട് ഭഗവാൻ പറയണത്, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ മുഖം ഒന്ന് നോക്കൂ. നിങ്ങളുടെ മുഖം എന്താ? നിങ്ങളുടെ മുഖാർത്ഥം നിങ്ങളുടെ സ്വഭാവങ്ങളും ശീലങ്ങളും ചിന്താഗതികളും വിചാരങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഇതിനെ ചെക്ക് ചെയ്യൂ, എന്നിട്ട് ചേഞ്ച് ചെയ്യൂ. നിങ്ങൾ കണ്ണാടിയിൽ നോക്കൂ, എന്നിട്ട് എൻ്റെ നോക്കൂ. കാരണം ആത്മാവാകുന്ന ഞാൻ പരമാത്മാവിൻ്റെ സന്താനമാണ് അല്ലേ? സ്വയത്തെ നോക്കൂ, അച്ഛനെ നോക്കൂ. ഇതാണ് ഭഗവാൻ പറയണത്. നിങ്ങൾ എൻ്റെ മക്കളാണെങ്കിൽ എന്നെ പോലെയാകണം. എന്നെ പോലെയാണെങ്കിൽ നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കും? കുരങ്ങ് സമാനമായിരിക്കില്ല. ആരെ പോലെ ഇരിക്കും? ക്ഷേത്രത്തിലിരിക്കുന്നവരെ. ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മക്കളാണെങ്കിൽ ക്ഷേത്രത്തിലിരിക്കുന്നവരെ പോലെ ഇരിക്കണം. ക്ഷേത്രത്തിലാരെ ഇരിക്കണം? ക്ഷേത്രത്തിലാരെ ഇരിക്കണം? ദേവതകൾ, ദേവന്മാർ, ദേവിമാർ. അവിടെ ഭഗവാൻ നിത്യ സത്സംഗത്തിൽ പറയണേ, ഞാൻ നിങ്ങളെ ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യരാക്കി മാറ്റണം. അതിനാണ് എന്താവശ്യം? ഈ സേതുബന്ധനത്തിൻ്റെ ആവശ്യം. ക്ഷേത്രത്തിലിരിക്കുന്നത് ആരാണ് അല്ലെ? ശ്രീലക്ഷ്മിയെപ്പോലെ, ശ്രീനാരായണനെ പോലെ ചിത്രത്തിൽ അതാ കാണിച്ചിരിക്കണം. ഇവരാണല്ലോ ക്ഷേത്രത്തിലിരിക്കണം, ദേവന്മാരും ദേവിമാരും. അപ്പം ഈ ദേവീ ദേവന്മാരെ പോലെ ആയിട്ട് മാറാനാണ് ഭഗവാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പരമാത്മാ നമുക്ക് നൽകിയിരിക്കുന്ന ലക്ഷ്യമാണിത്. ഈ ബാഡ്ജിലെ ചിത്രം ഈ ശ്രീലക്ഷ്മി ശ്രീനാരായണൻ്റെ ചിത്രമാണ്. ഈ ബാഡ്ജ് എന്തിനാ തന്നിരിക്കണേ? ഭഗവാൻ പറയുന്നത്, ഇത് നെഞ്ചത്തിരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് നോക്കൂ ഞാൻ എങ്ങനെയാണ് ഈ ചിത്രത്തിൽ അല്ലെ, ശ്രീലക്ഷ്മി എങ്ങനെ, ശ്രീനാരായണൻ എങ്ങനെ, എനിക്ക് ഇതുപോലെ ആകണം. ഇതുപോലെ ആകും വരയ്ക്കും എനിക്ക് എന്നെ ഈ മുഖം എന്ത് ചെയ്യണം? ഈ മുഖം നോക്കുക, ഈ ചിത്രം നോക്കുക, ഈ മുഖം നോക്കുക, ഈ ചിത്രം നോക്കുക. അപ്പോഴേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാനരനിൽ നിന്ന് ചഞ്ചല ചിത്തമായ എൻ്റെ സ്വഭാവ സംസ്കാരങ്ങളെ ഇതുപോലെ ആകും വരയ്ക്കും ഡെയിലി എന്ത് ചെയ്യണം? പൊടി തട്ടിയെടുക്കണം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. എന്താണ്? നരനിൽ നിന്ന് നാരായണനെ പോലെയായിട്ട് മാറണം. അപ്പോൾ നമ്മൾ ഈ പഠിപ്പ് പഠിച്ചുകൊണ്ടിരിക്കണ അർത്ഥം എന്താണ്? നമ്മളാരും പൂർണ്ണമായിട്ടും ഇതുപോലെ ആയിട്ടില്ല. ഇപ്പോൾ
നിങ്ങളോടൊപ്പം സിസ്റ്റർ ഭഗവാൻ പഠിപ്പിച്ചു തരുന്ന ഈ അറിവ് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ അർത്ഥം സിസ്റ്റർ ഇതുപോലെ ആയിട്ടില്ല. പക്ഷെ ഇതാണ് ലക്ഷ്യം, ഇതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് എനിക്ക് എന്നെ ദിവസവും നോക്കേണ്ടത്. ഞാൻ 27 വർഷം മുമ്പ് ഭഗവാന്റെ ഈ പഠിപ്പ് പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം ഞാൻ 27 വർഷം പഠിച്ചില്ലേ, ഞാനെല്ലാമായി അല്ല. ഇന്നും നിത്യേന വിദ്യാർത്ഥിയാണ്. രാവിലെ 7 മണി തൊട്ട് 8 മണി വരെ ഭഗവാൻ വന്ന് ജ്ഞാനം തരുന്നുണ്ട്. ആ ജ്ഞാനം കേട്ടിട്ട് ദിവസവും എനിക്ക് എന്ത് ചെയ്യണം? എന്നെ മാറ്റിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസത്തെയും ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നും, ഇനി എനിക്ക് എത്ര ദൂരം സഞ്ചരിക്കാനുണ്ട്, ഇക്കരയിൽ നിന്ന് എനിക്ക് അക്കരയ്ക്ക് പോകാൻ ഇനിയും വളരെ ദൂരം ബാക്കിയുണ്ട്, ഇനിയും എനിക്ക് എന്നെ പരിവർത്തനപ്പെടുത്താൻ വളരെയധികം ഉണ്ട്. അത്ര സൂക്ഷ്മ വിഷയങ്ങളാണ് ഓരോ ദിവസവും ഭഗവാൻ നമ്മൾ മക്കളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസത്തെ മഹാവാക്യത്തിലും. അപ്പം അതിനുകൊണ്ട് ഭഗവാൻ നമ്മളെ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേർക്കാൻ ഇക്കരയിൽ അക്കരെ അല്ലേ, വാനര സ്വഭാവം, ചഞ്ചല ചിത്ത സ്വഭാവങ്ങളെ മാറ്റി ശ്രീലക്ഷ്മി ശ്രീനാരായണനെ പോലെ, ഇതാണ് ഇക്കരയിൽ നിന്ന് അക്കരെ. നരനിൽ നിന്ന് നാരായണനെ പോലെ, നാരിയിൽ നിന്ന് ശ്രീലക്ഷ്മിയെ പോലെയാകണം. ഇതാണ് നമുക്ക് ഇക്കരയിൽ നിന്ന് അക്കരയിലേക്കുള്ള യാത്ര. കലിയുഗിയിൽ നിന്ന് സത്യുഗിയായിട്ട് മാറുക എന്ന് പറഞ്ഞ ഈ ദൂരമാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. ഈ ദൂരമാണ് പാലം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഒരു യജ്ഞം ആരംഭിച്ചിട്ടുണ്ട്. ആ യജ്ഞത്തിൻ്റെ പേരാണ് വ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. ഇത് ജ്ഞാനയജ്ഞമാണ്. സാധാരണ യജ്ഞം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? യജ്ഞകുണ്ഡം അല്ലേ. യജ്ഞകുണ്ഡത്തിൽ കുറച്ച് ബ്രാഹ്മണരിരുന്ന് സ്വാഹ സ്വാഹ മന്ത്രജപങ്ങളുണ്ടാകും. കുറച്ച് സാധനങ്ങൾ അല്ലേ, മലരും അതുപോലെ അവിലും നെയ്യും അനേക സാധനങ്ങൾ ഈ യജ്ഞകുണ്ഡത്തിലേക്ക് സ്വാഹ ചെയ്തുകൊണ്ടിരിക്കും. ഓരോന്ന് സ്വാഹ ചെയ്യുമ്പോഴും മന്ത്രജപങ്ങൾ ഉണ്ടാകും. പക്ഷേ യജ്ഞം നടത്തുന്ന കാർമ്മികത്വം എല്ലാം ചെയ്യുന്നതാരാണ്? സ്വാഹ കാര്യങ്ങൾ ബ്രാഹ്മണരേ ചെയ്യുള്ളൂ അല്ലേ. എപ്പോഴും യജ്ഞത്തിനൊരു ലക്ഷ്യമുണ്ടാകും. സർവശ്രേഷ്ഠ യജ്ഞം പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ അല്ലെ, മഴയില്ലാത്ത സമയത്ത് മഴ കിട്ടാൻ വേണ്ടി, ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ട്, ചിലർ പുത്രൻ ജനിക്കാൻ വേണ്ടിയിട്ട്, ദശരഥൻ അതല്ലേ നമ്മൾ കേട്ട പുത്രകാമേഷ്ടി യാഗം നടത്തി. യജ്ഞങ്ങൾക്ക് എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടാകും. അതും കൂടുതൽ ലോകഹിതത്തിന് വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളാണ് കൂടുതലും ചെയ്യുക, അനേകരുടെ മംഗളത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഭഗവാൻ ഈ സമയത്ത് ഭൂമിയിൽ വന്ന് മുഴുവൻ വിശ്വത്തിൻ്റെ മംഗളാർത്ഥം ഒരു മഹാജ്ഞാന യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ തന്നെ പറയൂ, ഈ യജ്ഞത്തിൽ എന്താണ് സ്വാഹ ചെയ്യേണ്ടത്? ആരാണ് സ്വാഹ ചെയ്യേണ്ടത്? ആരാ സ്വാഹ ചെയ്യേണ്ടത്? നമ്മൾ മക്കളല്ലേ, നമ്മളല്ലേ സ്വാഹ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ചഞ്ചലചിത്ത സ്വഭാവങ്ങളെ പരിവർത്തനപ്പെടുത്തണം. അപ്പോൾ എന്ത് സ്വാഹ ചെയ്യണം? ഇവിടെ 2 സ്വാഹയാണ് ഭഗവാൻ പറയണേ. ഒന്ന് സൂക്ഷ്മ സ്വാഹയുണ്ട്, സ്ഥൂല സ്വാഹയുണ്ട്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നില്ലേ? എന്തിനാ സ്വാഹ ചെയ്തുകൊണ്ടിരിക്കണേ? ഇരുവശത്തിലും ഇരിപ്പുണ്ട് അല്ലേ, ഒരു നരനും നാരിയും. എന്താ ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഈ അവിനാശിയായ രുദ്രഗീതാജ്ഞാന യജ്ഞത്തിലേക്ക്. അവിനാശി യജ്ഞമാണ്, കാരണം ഇത് രുദ്രഭഗവാൻ പരമാത്മാ ശിവൻ ആരംഭിച്ചിരിക്കുന്നതാണ്. ഇത് ജ്ഞാനയജ്ഞമാണ്. കാരണം ഭഗവാൻ അറിവ് തരികയാണ്. അറിവ് തന്നതുകൊണ്ട് ജ്ഞാനത്താൽ നമ്മളെ ബോധവാന്മാരാക്കിയിട്ട് എന്താ പറയണേ? ഈ യജ്ഞത്തിലേക്ക് എന്തിടണം? എന്ത് സ്വാഹ ചെയ്യണം? കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, അസൂയ, വെറുപ്പ്, വിദ്വേഷം അല്ലേ. ആ ലിസ്റ്റ് വളരെ വലുതാണല്ലോ, എഴുതി നോക്കിയാൽ അറിയാം എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ സ്വാഹ ചെയ്യാൻ. അപ്പോൾ എന്തൊക്കെ വേണ്ടാത്തത് നമ്മളിലുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക അല്ലേ, നമ്മളെ ചഞ്ചലമാക്കുന്ന, അസ്വസ്ഥമാക്കുന്ന, മൂഡ് ഓഫ് ആക്കുന്ന നമ്മുടെ എല്ലാ ഇറക്കങ്ങളുടെയും കാരണം നമ്മളിലെ ദുശീലം, ദുസ്വഭാവം, ദുർവികാരങ്ങൾ. അവയാണ് നമുക്ക് ഈ യജ്ഞത്തിൽ സ്വാഹ ചെയ്യേണ്ടത്. ഏതാ? അഗ്നി. ജ്ഞാനം തന്നിട്ട് ഭഗവാൻ നമ്മളോട് എന്താ പറഞ്ഞേ? അഗ്നി ഏതാണ്? യോഗ അഗ്നി എന്നാണ് ഈശ്വരൻ പറയണം. മക്കളെ, ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവായ എന്നെ, പരമദീപമാണ് ഈശ്വരൻ, നമ്മൾ ആത്മാവും ദീപമാണ്. ഈ ദീപം, ആ ദീപത്തെ ഓർമ്മിക്കുമ്പോൾ എന്തുണ്ടാകും? അഗ്നി ഉണ്ടാകും. ഏതഗ്നി? യോഗാഗ്നി. പരമാത്മ കിരണങ്ങൾ, പരമാത്മ പ്രകാശം. കാരണം
അത് ഹൈ ഫ്രീക്വൻസിയാണ് അല്ലേ? അവിടെ നിന്നുണ്ടാകുന്ന ആ ശ്രേഷ്ഠമായ ഈശ്വരീയ കിരണം, അതിനെയാണ് നമ്മൾ ഭക്തിയിൽ പറയാറില്ലേ, ഭഗവത് ചൈതന്യം എന്നാണ് നമ്മൾ പറയണേ. ആ പരമാത്മ ചൈതന്യം, പരമാത്മ പ്രകാശം, എന്താ ഈശ്വരൻ്റെ പ്രകാശം അല്ല? ശാന്തിയാണ്, സ്നേഹമാണ്, ശക്തിയാണ്, അറിവാണ്, സന്തോഷമാണ്, പവിത്രതയാണ്. ആ പ്രകാശത്തിൽ എന്ത് നടക്കും? നമ്മുടെ ഉള്ളിലേക്ക് ആ വെളിച്ചം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഇരുട്ട്, വേണ്ടാത്തതെല്ലാം എന്ത് ചെയ്യുക? സ്വാഹ ചെയ്യുക. സ്വാഹ, ഇത് നമ്മൾ വായിക്കൊണ്ട് പറയണ സ്വാഹയല്ല, പിന്നെ അകത്തുനിന്നുള്ളുകൊണ്ട് ഓട്ടോമാറ്റിക് സ്വാഹ നടക്കുകയാണ്. അവിടെ നിന്നിങ്ങോട്ട് ശുദ്ധജല പ്രവാഹമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള അശുദ്ധി പതുക്കെ പതുക്കെ നീങ്ങും. അവിടെ നിന്നിങ്ങോട്ട് വെളിച്ചം വരികയാണ്. അപ്പോൾ ഇവിടെയുള്ള ഇരുട്ട് താനെ നീങ്ങും. അതുകൊണ്ടാണ് ജ്യോതിർഗമയം. ഇനി സ്ഥൂലമായിട്ടും നമുക്ക് ചെയ്യാനുണ്ട് സ്വാഹ. എന്ത് ചെയ്യണം? ഭഗവാൻ പറയുന്നത്, മക്കളെ, നിങ്ങൾ ആര് പരമാത്മാവിനെ തിരിച്ചറിഞ്ഞ കുട്ടികൾ, ഞാനൊരു ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ കുട്ടികൾ അല്ലേ? പരമാത്മാ നൽകുന്ന ജ്ഞാനത്തെ തിരിച്ചറിഞ്ഞ കുട്ടികൾ, അവരാണ് ബ്രാഹ്മണർ. അവരാണ് ഈ യജ്ഞം നടത്തേണ്ടവർ. നമ്പർ 1 ബ്രാഹ്മണനാരാണ്? ബ്രഹ്മബാബ. പരമാത്മാ നൽകിയ ജ്ഞാനത്തെ ആദ്യം മനസ്സിലാക്കിയത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിലൂടെ ജന്മമെടുത്തവരാണ് നമ്മൾ കുട്ടികൾ. ബ്രഹ്മബാബ ജീവിച്ചു കാണിച്ചു. ബ്രഹ്മബാബയെ കണ്ട് ബ്രഹ്മബാബയുടെ ഫാമിലിയിലുള്ള ഓരോരുത്തരും ബ്രാഹ്മണ ജീവിതം ആരംഭിച്ചു. അനേക കുടുംബങ്ങൾ, അങ്ങനെ 400 പേര് ആദ്യം ജോയിൻ ചെയ്തു. അനേക ഫാമിലി, ഇപ്പോൾ ലക്ഷക്കണക്കിന് കുടുംബങ്ങളായി. അങ്ങനെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ബ്രഹ്മബാബയ്ക്കൊപ്പം, ബ്രഹ്മബാബയെ പോലെ, ബ്രഹ്മബാബയുടെ A to Z ജീവിതത്തിൻ്റെ പരിവർത്തനത്തെ ഒബ്സർവ് ചെയ്ത് അതേപോലെ ഫോളോ ചെയ്ത്, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, ഈ ദാദിമാരെന്നാണ് നമ്മൾ പറയുക. ദാദിമാരെന്ന് പറഞ്ഞാൽ എൽഡർ സിസ്റ്റേഴ്സ്, മുതിർന്നവർ, നമ്മുടെ പൂർവികർ. ഇതിൽ ഫസ്റ്റ് വന്ന ഒരു കന്യകയുണ്ട് 16 വയസ്സിൽ. ബ്രഹ്മബാബ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, 60 വയസ്സിനല്ലേ ശേഷമല്ലേ സിസ്റ്റർ, അപ്പോൾ എളുപ്പമായിട്ടുണ്ടാവും. പക്ഷേ ഈ ചിത്രത്തിൽ കാണുന്നത് 16 വയസ്സിൽ ബ്രഹ്മബാബയുടെ അടുത്ത് വന്ന, പേര് രാധ എന്നായിരുന്നു. രാധ എന്ന പെൺകുട്ടി അതീവ സുന്ദരിയും അതിബുദ്ധിമതിയും, സ്കൂളിൽ നമ്പർ 1 ഗായിക, നർത്തകി, സുന്ദരി, ഏറ്റവും ബുദ്ധിശാലി, ഫസ്റ്റ് ക്ലാസ്സായിട്ട് പഠിച്ചിരുന്ന കുട്ടി. ഈ ജ്ഞാനയജ്ഞത്തിൽ വന്ന് ആദ്യം ജ്ഞാനത്തെ മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിൽ കേവലം 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ, 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ വന്ന പരിവർത്തനമാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. 1 വർഷത്തിനുള്ളിൽ ഇത്രയും പരിവർത്തനം വന്നു. ആ യജ്ഞത്തിൽ വന്ന 400 പേര് അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. അത്ര മാതൃഭാവം ഉണ്ടായി, അത്ര മാതൃസ്നേഹം ഉണ്ടായി, അത്ര പരിവർത്തനം. ഈ 400 പേര് ചേർന്ന യജ്ഞത്തെ നയിക്കാൻ ബ്രഹ്മബാബ ഏൽപ്പിച്ചു, ചുമതല കൊടുത്തു, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. ആര്? 16-17 വയസ്സുകാരി 1 വർഷത്തിനുള്ളിൽ. എന്നിട്ട് പരമാത്മ നൽകിയ പേരാണ് ജഗദംബ. സാധാരണ പെൺകുട്ടിയല്ല, രാധാരായി മാറി, മുഴുവൻ വിശ്വത്തിനെ നയിക്കാൻ യോഗ്യയായിട്ട് മാറി. ഇതാണ് നാരിയിൽ നിന്ന് ശ്രീലക്ഷ്മിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. ഇക്കരെ നിന്ന് അക്കരയ്ക്ക് മാറിയ പരിവർത്തനം. എന്താ കാരണം? സ്വാഹ. 6 മാസത്തിനുള്ളിൽ സ്വാഹ നടന്നു. ഏത് സ്വാഹ? തൻ്റെ ഉള്ളിലുള്ള ഞാൻ പെൺകുട്ടിയാണ്, ടെൻഡർ ഏജാണ്, ഹൈലി ഫാഷനബിളാണ്, ബോംബെയിലാണ് ജനിച്ച് വളർന്നത്, പഠിച്ചതെല്ലാം. അതിൻ്റെ ഓരോ ദിവസവും ജഗദംബ സരസ്വതി, നമ്മളെ യജ്ഞത്തിലെ യജ്ഞമാതാവ് മമ്മ എന്നാണ് വിളിക്കണേ. മമ്മയുടെ കൂടെ പഠിച്ചവർ ഫ്രണ്ട്സ് പറയാറുണ്ട്, മമ്മ നമ്പർ 1 ഫാഷനബിളായിരുന്നു. സ്വയം ഡിസൈൻ ചെയ്ത് മാർക്കറ്റിൽ ഇറങ്ങുന്ന പുതിയ പുതിയ ഡ്രസ്സേ ഇടുള്ളൂ. ആ ഡ്രസ്സും അങ്ങനെ ഇടില്ല, സ്വന്തം ഡിസൈനിങ് ഉണ്ടാവും. ഓരോ ഫ്രോക്കിലും ലേറ്റസ്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടേ ഇടുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടായ പരിവർത്തനം ഇതുപോലെ ഒരു പെൺകുട്ടിയല്ല.
ഇന്ന് ഈ യജ്ഞത്തിൽ 40,000 സഹോദരിമാർ സമ്പൂർണ്ണ സമർപ്പണമായിട്ട് ഈശ്വരീയ സേവനങ്ങൾ മുഴുവൻ വിശ്വത്തിൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ ചെയ്യണു? നേരത്തെ പറഞ്ഞല്ലോ സിസ്റ്റർ നിങ്ങളോട്, നമ്മൾ നരനിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് നാരായണൻ അല്ലെങ്കിൽ നാരിയിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് ശ്രീലക്ഷ്മിയെ പോലെ ആയില്ല. പക്ഷേ ഈ പരിവർത്തന പ്രക്രിയയിലൂടെ കടന്നു പോകുകയാണ്. അപ്പോൾ തന്നെ ഭഗവാൻ നമ്മളെക്കൊണ്ട് സേവനവും ചെയ്യിക്കുക. കാരണം ഭഗവാൻ പറയണ, മക്കളെ, സമ്പൂർണ്ണതയിലെത്താൻ നിങ്ങൾക്ക് സമയമെടുക്കും. സമ്പൂർണ്ണതയിലെത്തിയാൽ പിന്നെ നിങ്ങൾ ഈ ശരീരത്തിൽ ഉണ്ടാവില്ല. പൂർണ്ണതയിൽ വന്നാൽ ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ശരീരത്തിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഭഗവാൻ പറയണത് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ പരിവർത്തനം കൊണ്ടുവരണം. പരിവർത്തനത്തിന് വേണ്ടി എല്ലാവരെയും സഹായിക്കണം, സേവനം ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ധനം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ ഓരോ സങ്കല്പങ്ങളെയും ഈ വിശ്വമംഗള കാര്യത്തിൽ ഉപയോഗിക്കും. ആ കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന ടൈം, ആ ടൈമാണിത്. ഈ സമയത്തിൻ്റെ പേരാണ് സംഗമം. അതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. എന്താ മാറ്റം? ഒരു സൈഡിൽ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു സൈഡിൽ നരൻ നാരി, അതിനോടൊപ്പം കാണുന്നത് എന്താണ്? കലിയുഗത്തിൻ്റെ ചിത്രമാണ്. മറു സൈഡിൽ ശ്രീലക്ഷ്മി ശ്രീനാരായണൻ്റെ ചിത്രമാണ്. അതിനോടൊപ്പം കാണുന്നത് സ്വർഗത്തിൻ്റെ ചിത്രമാണ്. പക്ഷേ ഈ അതിൻ്റെ ഇടയിൽ കാണുന്നത് സംഗമയുഗമാണ്. കലിയുഗം, സത്യയുഗം, അതിൻ്റെ ഇടയിലുള്ള ട്രാൻസിറ്റ് പീരീഡ്. സാധാരണ നമ്മൾ പറയില്ലേ, ട്രാൻസിറ്റ് ഉണ്ട്. നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറയില്ലേ, ട്രാൻസിറ്റ് ചെയ്യാനുള്ള എൻട്രി ഉണ്ട്. നമുക്കൊരു ഫ്ലൈറ്റിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിലേക്ക് പോകണമെങ്കിൽ ഒരു ട്രാൻസിറ്റ് എൻട്രി ഉണ്ട്. ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തിലേക്ക് പോകുമ്പോഴും ചില രാജ്യങ്ങളിൽ പോയിട്ട് ട്രാൻസിറ്റ് അടിക്കുമല്ലോ. അതേപോലെ ഈ സമയം കലിയുഗമാണ്. കാലചക്രത്തിൽ നോക്കിയാൽ കലിയുഗമാണിപ്പോൾ. യുഗം 4 ഉള്ളൂ. 4ാമത്തെ യുഗം കലിയുഗമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കലിയുഗമല്ല. പിന്നെന്താണ്? നമുക്കിത് സംഗമയുഗമാണ്. കാരണം എപ്പം നമ്മൾ അറിഞ്ഞു ഞാനൊരു ആത്മാവാണ്, ദേഹമല്ല, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങിയ അർത്ഥം ട്രാൻസിറ്റ് പീരീഡ് ആരംഭിച്ചു. ആത്മബോധത്തിൽ ജീവിക്കാൻ തുടങ്ങിയ അർത്ഥം ട്രാൻസിറ്റിലാണ് നമ്മൾ. സംഗംയുഗിയാണ് നമ്മൾ. സംഗംയുഗികളായി നമുക്ക് എന്ത് ചെയ്യണം? ഈ സമയത്താണ് പരമാത്മാവുമായി സംഗമിച്ച് പരമാത്മാവിൻ്റെ ഓർമ്മയാകുന്ന അഗ്നിയിൽ നമുക്ക് സ്വാഹ നടത്തിയിട്ട് എന്ത് ചെയ്യണം? കലിയുഗിയിൽ നിന്ന് സത്യുഗിയായിട്ട് മാറണം. ഈ പരിവർത്തനത്തിന് വേണ്ടി ചെയ്യേണ്ടതാണ് നമുക്ക് സ്വാഹ. അതിലൂടെ സ്വമംഗളവും നടക്കും, നമ്മുടെ മംഗളവും നടക്കും, നമ്മുടെ കുടുംബത്തിൻ്റെ മംഗളവും നടക്കും. നമ്മുടെ പരിവർത്തനം കണ്ടിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള പലർക്കും പ്രചോദനം ഉണ്ടാവും. നമ്മുടെ കുടുംബം കണ്ടിട്ട് പല കുടുംബങ്ങൾക്കും പ്രചോദനം ഉണ്ടാവും. അങ്ങനെയാണ് സമൂഹത്തിലേക്ക് പരിവർത്തനത്തിൻ്റെ പ്രക്രിയ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താകും? നരകതുല്യമായ ജീവിതം വീണ്ടും സ്വർഗതുല്യമായിട്ട് മാറും. അപ്പം നമ്മൾ പണ്ട് കീർത്തനങ്ങളിൽ പാടിയിട്ടുണ്ടല്ലോ, ഇപ്പോഴും പാടുന്നുണ്ടാവും. നരകവാരിധി നടുവിൽ നിന്ന് എന്നെ കൊണ്ടുപോണേ എന്ന് പറയാറല്ലേ? തിരുവൈക്കം വാഴും ശിവശംഭോ എന്നുള്ള കീർത്തനത്തിൽ എന്താ പാടുന്നേ? നരകവാരിധി നടുവിലാണ് ഭഗവാനെ ഞാൻ, ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണേ തിരുവൈക്കം വാഴും ശിവശംഭോ. അപ്പം ശിവഭഗവാനെ വിളിച്ച് നമ്മൾ എന്താ പറഞ്ഞേ? നരകത്തിലായിരിക്കണേ. അറിയാതെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ പൈസയുണ്ട്, കൊട്ടാരമുണ്ട്, പദവി ഉണ്ടെങ്കിൽ നമ്മളെന്ത് വിചാരിക്കുക? എനിക്കിത് തന്നെയാണ് സ്വർഗം തോന്നും, ഇത് സ്വർഗാണെന്ന്. രാവണൻ്റെ ലങ്ക പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന കൊട്ടാര, സുന്ദര പൂന്തോട്ടങ്ങളാ അല്ലെ? അയോധ്യയെക്കാളും അല്ലേ സുന്ദരമായിരുന്നു ലങ്ക രാവണൻ്റെ. പക്ഷേ എന്തേ കുഴപ്പമെന്താ? എല്ലാം ഉണ്ട്, കൊട്ടാരമുണ്ട്, പൈസയുണ്ട്, പൂന്തോട്ടമുണ്ട്, സാധന സാമഗ്രികളെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ഉള്ള ആൾക്കാരാരാ? രാക്ഷസന്മാർ, രാക്ഷസീയ സ്വഭാവങ്ങൾ, ശരീരബോധം തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർ. അതാണ് നരകം. വേറെ നരകമൊന്നുമല്ല. നരകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമിക്ക് അടിയിലേക്ക് തോണ്ടി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു നരകമൊന്നുമില്ല. നരകം ഏതാണ്? ആരാണോ ഈ ദേഹമാണെന്ന ബോധത്തിൽ, ദേഹബോധത്തിൽ നിന്നുണ്ടായ ദുർവികാരങ്ങളുടെ ദുശീലങ്ങളുടെ പിടിയിൽപ്പെട്ട് ജീവിക്കണം. ഈ ദേഹവുമായി ഇതിൻ്റെ സൗന്ദര്യം, ഇതിൻ്റെ പദവി, പഠിപ്പ്, ഇത് തന്നെയാണെല്ലാം.
എന്ന് വിചാരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ജീവിതം എവിടെയാണ്? നരകത്തിലാണ്. കാരണം എന്താ? രാക്ഷസന്മാർ തമ്മിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? രാക്ഷസീയ സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. എന്താ രാക്ഷസീയ സ്വഭാവങ്ങൾ? ദുർവികാരങ്ങൾ കടുമയായിരിക്കും. കഴിക്കുന്നതും കുടിക്കുന്നതും പെരുമാറുന്നതും എല്ലാം അല്ലേ. പക്ഷേ എല്ലാവരും ഒരു നാട്ടിൽ രാക്ഷസന്മാരാണെങ്കിൽ അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഇടയിൽ കുറച്ച് നല്ല അല്ലേ സ്വഭാവങ്ങൾ. ഇവിടെ നമുക്കറിയാം ചില രാക്ഷസ സ്വഭാവങ്ങളും ഉണ്ട്, നമുക്ക് വികാരി സ്വഭാവമുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മുടെ നന്മകളും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നന്മയും തിന്മയും കൂടെ യുദ്ധം നടക്കണേ. രാമരാവണ യുദ്ധം ഇവിടെ നടക്കണേ. പലപ്പോഴും അശാന്തിയും ദുഃഖങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് അല്ലേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല, അസത്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എന്താ കാരണം? നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നന്മകളുടെ വിത്തുകൾ കിടപ്പുണ്ട്. എവിടുത്തെ അല്ല സത്യുഗി ജീവിതത്തിൻ്റെ സംസ്കാരം നമ്മുടെ എല്ലാവരുടെയും ഇവിടെ ഉള്ളിലുണ്ട്. ആ സംസ്കാരം നമ്മുടെ ഈ അശുദ്ധ സംസ്കാരങ്ങളുമായിട്ട് യുദ്ധം നടത്തുക. അതുകൊണ്ടാണ് സംഘർഷം. എല്ലാവരും സ്വർഗത്തിലാണെങ്കിൽ യുദ്ധമില്ല. എല്ലാവരുടെയും ഉള്ളിൽ എല്ലാ നരക സ്വഭാവമാണെങ്കിൽ രാക്ഷസ സ്വഭാവമാണെങ്കിൽ അവിടെ യുദ്ധം ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടെ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഒരു സംഘർഷം. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഈ സത്സംഗം കേൾക്കണം എന്ന് എന്തുകൊണ്ടാണ് തോന്നിയത്? എനിക്ക് മാറണം, ഒരു മാറ്റം വേണം അല്ലേ. അതിന് നമുക്ക് ആത്മീയമായൊരു സപ്പോർട്ട് വേണം. ഈശ്വരനെ കൂടിയേ മതിയാകൂ. ആ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരുന്നെങ്കിലേ എനിക്ക് ഈ യുദ്ധത്തിൽ ഭഗവാന്റെ സഹായം വേണം അല്ലേ. അതുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് സഹായം തന്നിരിക്കുകയാണിപ്പോൾ. ജ്ഞാനയജ്ഞത്തിലെത്തി നമ്മളെല്ലാവരും. ഭഗവാൻ നമുക്ക് അറിവ് തന്നു. നമ്മളിപ്പോഴാരാണ്? ബ്രാഹ്മണരാണ്. ബ്രാഹ്മണനർത്ഥം അല്ല ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നവർ, ശ്രേഷ്ഠ ചിന്താഗതികളുള്ളവർ, ശ്രേഷ്ഠതയിലേക്കുള്ള പ്രയാണത്തിന് പ്രയത്നിക്കുന്നവരാണ്. ആരാ ബ്രാഹ്മണൻ? പൂണൂലിട്ട ആളാണ് ബ്രാഹ്മണൻ. എന്താ പൂണൂല്? ഭഗവാൻ നൽകുന്ന ശ്രീമതം, പരമാത്മാ നൽകുന്ന പെരുമാറ്റച്ചട്ടങ്ങളാണ് പൂണൂല്. അതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മുടെ ഇഷ്ടത്തിന് നടന്നാൽ നമുക്ക് നരകവാസിയിൽ നിന്ന് സ്വർഗവാസിയാക്കാൻ പറ്റില്ല. സംഗംയുഗീ ജീവിതം ജീവിക്കുമ്പോൾ പരമാത്മാ നമുക്ക് നൽകുന്ന ഡയറക്ഷൻ, ബ്രഹ്മാമുഖത്തിലൂടെ നമുക്ക് നൽകുന്ന ഡയറക്ഷൻസ്, ആ ശ്രീമതം പ്രകാരം ജീവിച്ച് സ്വാഹ ചെയ്യേണ്ടതിനെ സ്വാഹ ചെയ്യണം. കാരണം നരകതുല്യ ജീവിതത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ കലിയുഗാണല്ലോ. നാളെ എന്താണ്? സത്യുഗാണ്. നമുക്ക് എവിടേക്കാണ് പോവേണ്ടത്? സ്വർഗത്തിലേക്കാണ് അല്ലേ. പോണോ വേണ്ടയോ? പോണം. എല്ലാവർക്കും എന്താ ഇഷ്ടം? സ്വർഗമല്ലേ. അപ്പം നമുക്ക് സ്വർഗീയ ജീവിതത്തിലേക്ക് പോകുക അർത്ഥം എന്താ? പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് പോകണം. അപ്പോൾ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? പഴയ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളെപ്പോഴും പുതിയ വീടുണ്ടാക്കുക. പുതിയ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാകാതെ നമ്മൾ പഴയ വീട് പൊളിക്കില്ല. പൊളിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഇരിക്കണ്ടേ. അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും എവിടെ ഇരിക്കണേ? പഴയ വീട്ടിൽ, കലിയുഗമാകുന്ന പഴയ വീട്ടിൽ. പണി ഏതിൻ്റെ നടന്നുകൊണ്ടിരിക്കണേ? സത്യുഗ നിർമ്മാണ പണികൾ നടക്കുക. ആരാ നിർമ്മാണം ചെയ്യേണ്ടത്? അല്ല, ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് വാനരസേന. ആരാ പാലം കെട്ടേണ്ടത്? നമ്മളാണ്. നമുക്കാണ് അല്ലേ, നമ്മളാണ് സ്വർഗത്തിൻ്റെ നിർമ്മാണം. അല്ലാതെ ഓം ഹ്രീ പറയുമ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോൾ സ്വർഗമൊന്നും വരില്ല. അത്ഭുത പ്രക്രിയയൊന്നുമല്ല. സ്വർഗം എവിടെ നിർമ്മിക്കണം? നമ്മുടെ ഉള്ളിൽ. ആദ്യം മനസ്സിലാണ് നിർമ്മിക്കേണ്ടത്, സങ്കല്പത്തിലാണ് നിർമ്മിക്കേണ്ടത്. അതിനാണ് നമ്മളോട് ത്രിമൂർത്തി കർത്തവ്യം ചെയ്യാൻ ഭഗവാൻ പറയണേ. ബ്രഹ്മാവും വിഷ്ണുവും ശങ്കരനും നമ്മളാകണം. അതാണ് ഈ പാലം പണി. എന്നാലേ ഇക്കരയിൽ നമുക്ക് അക്കരയിലേക്ക് പോകാൻ പറ്റൂ അല്ലേ. ഇനി പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ പുതിയ വീട് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പഴയ വീട് പൊളിക്കും. പിന്നെയോ പഴയ വീട്ടിൽ നിന്നെല്ലാം നമ്മൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ? പുതിയൊരു വീട്, സാധാരണ വീട് തന്നെ നോക്കൂ. നിങ്ങളൊരു പുതിയ വീട് പണിയുമ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാം പുതിയതാണ് വാങ്ങുക. പഴയതൊക്കെ എന്ത് ചെയ്യും? ഒന്നിൽ കുറേ കത്തിക്കാനുണ്ടോ? അതൊക്കെ കത്തിച്ച് കളയും. കുറേ നമ്മൾ ആക്രിക്കാർക്ക് കൊടുക്കും അല്ലേ, വേണ്ടാത്തതെല്ലാം അല്ലേ. പഴയതൊന്നും എന്ത് ചെയ്യില്ല, പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. പിന്നെ പുതിയ വീട്ടിലേക്ക് ഇതൊക്കെ കൂടാതെ കുറേ പുതിയ സാധനങ്ങൾ വാങ്ങില്ലേ. പുതിയ വീട്ടിലെങ്ങനെ പഴയത് കൊണ്ടുവയ്ക്കുക? ഇതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത്. പുതിയ വീട് ഏതാ? സത്യുഗി വീടിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. കാലം മാറണം. കാലം മാറുന്നതിനോടൊപ്പം നമുക്ക് കോലം മാറണം. ഇതാണ് നമ്മുടെ ഈ ചിത്രം കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ സത്യുഗി ലോകം.
ഇതാണ് ലോകം. ഇവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ ലോകത്തിൻ്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പണിയുടെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ നിർമ്മാണ പ്രക്രിയയിലാണ്. കൺസ്ട്രക്ഷൻ 1 സെക്കൻഡ് മതി, ഡിസ്ട്രക്ഷൻ 1 സെക്കൻഡ് മതി, പക്ഷേ കൺസ്ട്രക്ഷന് സമയമെടുക്കും. പഴയ വീട് പൊളിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് കുറേയൊക്കെ താനേ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. ബാക്കിയൊക്കെ ഒരു തട്ട് കൊടുത്താൽ മതി, 1 സെക്കൻഡ് മതി. പക്ഷെ പുതിയ വീടുണ്ടാക്കാനോ സമയമെടുക്കും. അതുകൊണ്ട് ഭഗവാൻ ഈ ഭൂമിയിൽ വന്നിട്ട് 85-86 വർഷങ്ങളായി പുതിയ ലോകത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പുതിയ വീടിൻ്റെ ഇഷ്ടികകൾ നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? പുതിയ വീട്ടിലേക്ക് പോകാൻ സ്വാഹ ചെയ്യണം. എന്തൊക്കെ പഴയ സ്വഭാവ സംസ്കാരങ്ങൾ നമുക്കും നമ്മൾ കാരണം മറ്റുള്ളവർക്കും ദുഃഖം ഉണ്ടാക്കുന്നതുണ്ടോ, കഷ്ടം കൊടുക്കുന്നതുണ്ടോ, നമ്മുടെ യാത്രയ്ക്ക് തന്നെ വിഘ്നം ഉണ്ടാക്കുന്നതുണ്ടോ, അതിനെല്ലാം എന്ത് ചെയ്യണം? സ്വാഹ സ്വാഹ. അപ്പം ഇന്ന് മുതൽ എന്താ നമുക്ക് ആരംഭിക്കേണ്ടത്? ഗൃഹപാഠം നോട്ട് ചെയ്തോളൂ. ഇന്ന് മുതൽ നമ്മൾ ആരാണ്? ബ്രാഹ്മണരാണ്. എന്താണ് നമ്മുടെ കർത്തവ്യം? യജ്ഞം നടത്തേണ്ട ബ്രാഹ്മണരാണ് നമ്മൾ. ഏത് യജ്ഞം? ജ്ഞാനയജ്ഞം. ജ്ഞാനം ഉപയോഗിച്ച് യോഗം ഭഗവാനുമായിട്ട് ചെയ്ത് യോഗാഗ്നിയിൽ സ്വാഹ ആരംഭിക്കണം. സ്വാഹ സ്വാഹ ചെയ്യേണ്ട ലിസ്റ്റ് എഴുതണം. എന്തൊക്കെയാണ് എനിക്ക് കളയേണ്ടത്? പഴയ വീട്ടിൽ കത്തിച്ച് കളയേണ്ട സാധനം, പുതിയ വീട്ടിലേക്ക് യോജിക്കാത്ത എന്തൊക്കെ എൻ്റെ കയ്യിലുണ്ട്? മറ്റുള്ളവരെ നോക്കാൻ നമുക്ക് എളുപ്പം, അവരുടെ കയ്യിൽ എന്തൊക്കെ പഴയതുണ്ട് അല്ലേ? ഫാമിലിയിൽ നമ്മൾ അങ്ങനെയല്ലേ നോക്കണേ? ഹസ്ബൻഡിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, വൈഫിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, മക്കളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? മറ്റുള്ളവരെ നോക്കിയിട്ട് നമുക്ക് അവരുടെ കുറവുകൾ നോട്ട് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഭഗവാൻ എന്താ പറയണേ? ഈ ജ്ഞാനം ഈശ്വരൻ നമുക്ക് തരുന്നത് കണ്ണാടി പോലെയാണ്. അതിനാണ് നമുക്ക് ഈ സത്സംഗം കിട്ടിയിരിക്കണേ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ? എക്സ്ചേഞ്ച് ചെയ്യാൻ ആദ്യം നമുക്ക് നമ്മളെ നോക്കണം. എന്തൊക്കെ പഴയതിനെ കത്തിച്ച് കളയണം, എന്തൊക്കെ പഴയതിനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ പുതിയത് വാങ്ങണം. ആത്മാവിൻ്റെ സ്വതസിദ്ധമായ സദോഗുണങ്ങളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം. ആ എക്സ്ചേഞ്ചിൻ്റെ ടൈമാണിത്. എവിടുന്ന് എവിടേക്ക് പോകാൻ? ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് പോകാൻ, പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് പോകാൻ. സാധാരണ ഒരു രാജ്യത്ത് നിന്നപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് അല്ലേ അടുത്ത രാജ്യത്തിലേക്ക് പോകാമെന്നിരിക്കട്ടെ, അമേരിക്കയ്ക്ക് പോകണമെന്നിരിക്കട്ടെ, ഇന്ത്യൻ കറൻസി കൊണ്ടുപോയി നമുക്ക് അമേരിക്കയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അമേരിക്കയിൽ പോയി നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അമേരിക്കൻ ഡോളർ നമ്മുടെ കയ്യിൽ വേണം. അതിനുവേണ്ടി നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എന്താ ചെയ്യുക? മണി ട്രാൻസ്ഫർ ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. ഇന്ത്യൻ റുപ്പീസിനെ നമ്മൾ അമേരിക്കൻ ഡോളേഴ്സാക്കി മാറ്റും. ആ ഡോളറെ അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇവിടുന്ന് കോടി എടുത്തിട്ട് പോയാലും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ ഡോളറാക്കി മാറ്റുന്നില്ലയോ, അവിടെ ഒരു പർച്ചേസും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യും? നമ്മൾ പോകുമ്പോഴേക്കും ഡോളേഴ്സായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അതേപോലെ ഈ പഴയ വീട്ടിൽ നിന്ന് നമുക്ക് പുതിയ വീട്ടിലേക്ക് പോകണമെങ്കിൽ, ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് നമ്മൾ പോകണമെങ്കിൽ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മുടെ ജീവിതം പോകണമെങ്കിൽ, ദുഃഖം മാറി നമുക്ക് സുഖം വരണമെങ്കിൽ, നമ്മുടെ അശാന്തി മാറി ശാന്തി നമുക്കുണ്ടാകണമെങ്കിൽ, ഈ സംസാരസാഗരം നീന്തിക്കിടക്കാൻ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ റുപ്പീസ് പലതും ഉണ്ട്, പക്ഷെ അത് അമേരിക്കയിൽ വിലപ്പോവില്ല. കലിയുഗി സംസ്കാരങ്ങൾ സത്യയുഗത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ട്രാൻസിറ്റ് പീരീഡ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുക. മക്കളെ, എക്സ്ചേഞ്ച് ചെയ്യൂ. എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണം? പുണ്യത്തിൻ്റെ രൂപത്തിൽ എക്സ്ചേഞ്ച് ചെയ്യൂ. അതിനുവേണ്ടി ഭഗവാൻ ഒരു ശ്രീമതം നമുക്ക് തരികയാണ്. നിങ്ങളുടെ കയ്യിലുള്ള പഴയ ശരീരം, പഴയ മനസ്സ്, പഴയ ധനം എന്തൊക്കെ പഴയത് കയ്യിലുണ്ടോ ഇതിനെയെല്ലാം എന്ത് ചെയ്യൂ? മംഗളകാര്യത്തിന് ഉപയോഗിക്കും മക്കളെ. ഓരോ സങ്കല്പവും മംഗളകാരിയാക്കും മക്കളെ. ഈ ശരീരം ഉപയോഗിച്ച് രാവിലെ മുതൽ വൈകുന്നത് വരെ എത്രത്തോളം ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യാമോ അനേകർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള, കുടുംബത്തിനും കുടുംബങ്ങൾക്കും ഉപയോഗപ്പെടുന്ന കാര്യത്തിൽ എല്ലെല്ല് സ്വാഹ ചെയ്യൂ. അങ്ങനെ എല്ലെല്ല് സ്വാഹ ചെയ്ത ദധീജി ഋഷി നമ്മൾ കേട്ടിട്ടുണ്ട്. ദധീജി ഋഷിക്ക് സമാനമായിരുന്നു ബ്രഹ്മബാബ. 18 മണിക്കൂർ ശരീരം കൊണ്ട് അധ്വാനിക്കുമായിരുന്നു. രാവിലെ 2 മണി മുതൽ എഴുന്നേറ്റിരുന്ന് ധ്യാനം ചെയ്യുമായിരുന്നു. ശരീരം കൊണ്ട് ചെയ്യാത്ത ഒരു ജോലിയില്ല. തൻ്റെ കോടികളുടെ സമ്പത്ത്, കണക്കില്ലാത്ത കോടികളുടെ സമ്പത്താണ് കൊണ്ടുവന്ന്
വിശ്വമംഗളാർത്ഥം, ലോകമംഗളാർത്ഥം യജ്ഞത്തിൻ്റെ സമ്പൂർണ്ണ സേവനത്തിന്, വിശ്വസേവനത്തിന് സമർപ്പിച്ചു. ഇതെല്ലാം സമർപ്പിച്ചിട്ടും അവസാന ദിവസം വരെ എല്ലാ സേവനങ്ങളും ചെയ്തിരുന്നു, റോഡ് പണി ഉൾപ്പെടെ. കാരണം ആ സമയത്ത് രാജസ്ഥാനിലെ മൗണ്ട് അബുവിലെ കാടായിരുന്നു ആ ഭാഗങ്ങളെല്ലാം. പല ഭാഗത്തുനിന്ന് തൻ്റെ മക്കൾ യജ്ഞത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കാട്ടിലൂടെ നടന്നു വരാൻ കഴിയില്ലല്ലോ, അതിനുവേണ്ടി വഴിയുണ്ടാക്കുന്ന, റോഡുണ്ടാക്കുന്ന ജോലി ഉൾപ്പെടെ വൃദ്ധാവസ്ഥയിലും സ്വന്തം കയ്യിലെ മൺവട്ടി എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ആരായിരുന്നു വ്യക്തി? കോടീശ്വരൻ. ഇത്രയും വലിയ പദവിയിലിരുന്ന ആൾ. അതാണ് ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിലുണ്ടായ. അല്ല, ഞാൻ ഇത്രയും വലിയ ആളെ, ഇത്രയും പൈസയുള്ള ആളയ്യേ, ഇതൊരു പണിക്കാരെ വിളിച്ച് ചെയ്താൽ പോരെ? ശരീരവും മനസ്സും ധനവും എന്ത് ചെയ്തു? എക്സ്ചേഞ്ച് ചെയ്തു, സേവനത്തിന് ഉപയോഗിച്ചു. സേവനത്തിന് ഉപയോഗിക്കുമ്പോൾ അതെന്തായി? പുണ്യത്തിൻ്റെ ശേഖരണം. അതാണ് ബാങ്ക്. ആ ബാങ്കിൽ പോയി പുണ്യശേഖരണിയിൽ വീണു. പുണ്യശേഖരണിയിൽ വീണാൽ പിന്നെ ഈ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാം. ഈ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് എന്ത് പർച്ചേസിങ്ങും നടത്താം. നല്ല അച്ഛനെ വേണോ, നല്ല അമ്മയെ വേണോ, നല്ല ശരീരം, നല്ല ബുദ്ധി, നല്ല ജീവിതം, നല്ല വീട് വയ്ക്കാം, നല്ല ബന്ധുക്കളെ കിട്ടും. ഒരു ദിവസത്തേക്കല്ല, ഒരു ജന്മത്തേക്കല്ല, ജന്മാന്തരങ്ങളിലേക്ക്. പ്രത്യേകിച്ചും ഭഗവാൻ പറയുന്ന അരക്കൽപ്പം, സത്യത്രേദൈകം. കൂടാതെ ദ്വാപരയുഗത്തിലും നമുക്കിത് ഉപയോഗപ്പെടും. കലിയുഗത്തിൻ്റെ ഈ അവസാന ജന്മം വരെ, ഇപ്പം നമ്മൾ ലാസ്റ്റ് സമയത്തിലല്ലേ, ഈ അന്തിമ ജന്മം വരെ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിക്കണം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കോളൂ. നമ്മൾ ജനിച്ച വീട് ഉൾപ്പെടെ നമുക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ടോ നല്ലത്, ഈ ബാങ്കിൽ കൊണ്ടുവന്നതാണ്, എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന പുണ്യം വിഡ്രോ ചെയ്താണ് നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പം സമയം എന്താണ്? അല്ലേ, നമുക്ക് മടക്ക യാത്രയുടെ സമയമാണ്. അതുകൊണ്ട് ഭഗവാൻ പറയണേ, മക്കളെ, ഇത് ട്രാൻസിറ്റ് പീരീഡാ. പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് പോകണം, അല്ലേ? വീണ്ടും കാലചക്രം ചുറ്റണമല്ലോ. അതുകൊണ്ട് ഈ സംഗമയുഗം എന്തിനുള്ള സമയമാണ്? പുരുഷോത്തമ സംഗമയുഗമാണ്. ഉത്തമ പുരുഷനാകാൻ മംഗളകാരി സംഗമയുഗമാണ്. അനേക മംഗളം, സ്വമംഗളവും ജനമംഗളവും മനസ്സാ വാച കർമ്മണ ചെയ്യാനുള്ള സമയമാണ്. അതിനെന്ത് ചെയ്യണം? യോഗാഗ്നി ജ്വലിപ്പിക്കണം. ജ്ഞാനത്തെയും എന്താ വിറക് കഷ്ണങ്ങൾ? ജ്ഞാനത്തിൻ്റെ വിറക് കഷ്ണങ്ങൾ ഉപയോഗിച്ച് യോഗം ചെയ്യണം. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവല്ലോ, ജ്ഞാനമില്ലാതെ യോഗം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സത്സംഗം കേൾക്കും, പക്ഷെ മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിൽ ഈ സ്വാഹ നടക്കില്ല. ഇനി നിങ്ങൾ വിചാരിക്കുക, ഞാനൊക്കെ മെഡിറ്റേഷൻ ചെയ്യാൻ പഠിച്ചല്ലോ, ഇനി വീട്ടിൽ ഇരുന്ന് ചെയ്യാം. സത്സംഗം കേൾക്കാതെ, ജ്ഞാനത്തിൻ്റെ ബലമില്ലാതെ, നിത്യ സത്സംഗത്തിലൂടെ അല്ലാതെ നമുക്ക് ഈ അഗ്നി ജ്വലിപ്പിക്കാൻ പറ്റില്ല. ഇത് രണ്ടും ഇൻ്റർ കണക്റ്റഡാണ്. നിത്യ സത്സംഗവും വേണം, നിത്യേന ധ്യാനം, യോഗത്തിൻ്റെ അഭ്യാസവും വേണം. ഇത് രണ്ടും കൂടി നടക്കുകയാണെങ്കിൽ നമുക്ക് ആരെ പോലെയാകാം? അല്ലേ? നരനിൽ നിന്ന് നാരായണനെ പോലെ, നാരിയിൽ നിന്ന് ശ്രീലക്ഷ്മിയെ പോലെ, അല്ലേ? നമ്മൾ ഭഗവാന്റെ കൈകളായി പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മൾ ആരുടെ സേനയായിട്ട് മാറുകയാണ്? വാനരസേനയായിട്ട് മാറുകയാണ്. പരമാത്മാവിൻ്റെ വാനരസേന. അങ്ങനെയെങ്കിൽ ഈ ഓരോ ആത്മാവാകുന്ന സീതയും എന്ത് ചെയ്യും? നമ്മൾ ഓരോ ആത്മാവാകുന്ന സീതയും അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയിലേക്ക്, രാവണൻ്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് വരും. അതിനുള്ള സമയമാണിത്. രക്ഷപ്പെടണോ? രാവണൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ? അല്ലേ? സീതമാർക്ക് ജയിലിൽ നിന്ന് മോചനം വേണ്ടേ? അതോ എന്നും ചിലർ പറയും, ലോകമോ ജീവിതമോ അതൊക്കെ എന്നും ദുരിതവും ദുഃഖമൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ഫിലോസഫിയിൽ ജീവിക്കുന്നവരും ഉണ്ട്. ഇതൊക്കെ തന്നെ ജീവിതം എന്നും, അല്ലെ? കുടുംബമാണോ അടിയും വഴക്കുമൊക്കെ എപ്പോഴും ഉണ്ടാവും. കുടുംബമാണോ കുറേയൊക്കെ കള്ളു കുടിക്കുക, അതൊക്കെ കുടിക്കുന്നതാണ് മനുഷ്യജീവിതം. കുറേയൊക്കെ ഇടിക്കുന്നതുമാണ് മനുഷ്യജീവിതം. ഇതൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ രക്ഷയില്ല. പക്ഷേ ഇത് തന്നെ ദുഃഖം നിറഞ്ഞ ജീവിതമാണ്, ഇത് തന്നെയാണ് ജീവിതം എന്ന് അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ ജീവിതത്തിൽ വരുന്ന എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്തോളണം. പിന്നെ മാറ്റത്തിന് നമ്മുടെ മനസ്സ് ദാഹിക്കില്ല. ജീവിതത്തിൽ ദുഃഖവും ദുരിതവും ഒക്കെ വരുമ്പോഴും നമ്മുടെ മനസ്സന്തരാത്മാവ് എന്തിനാ ദാഹിക്കുന്നത്? സുഖം വേണം, ശാന്തി വേണം, സമാധാനം വേണം എന്നുള്ളിലൊരു ദാഹമുണ്ടെങ്കിൽ,
റിയലൈസ് ചെയ്തോളൂ. സുഖവും ശാന്തിയും സന്തോഷവും ആരോഗ്യവും ഒരു ദുശീലവുമില്ലാതെ, ഒരു ദുസ്വഭാവവുമില്ലാതെ നമ്മളെല്ലാവരും സുഖശാന്തിമയ ജീവിതം ജീവിച്ചിട്ടുണ്ട്. ആ ടേസ്റ്റ് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് വേണം 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 എന്ന് ആശ തോന്നുന്നത്. അങ്ങനെ നമ്മൾ സത്യുഗം ഫുള്ള് ജീവിച്ചു, ത്രേതായുഗം ഫുള്ള് ജീവിച്ചു, ദ്വാപരത്തിൻ്റെ അവസാനം വരെയും നമ്മളങ്ങനെ ജീവിച്ചിട്ടുണ്ട്. കലിയുഗത്തിൻ്റെ അവസാന കുറച്ച് കാലഘട്ടത്തിലാണ് നമ്മൾ ഇറങ്ങി ഇരുട്ടിലേക്ക് വന്നത്. അപ്പോൾ കൂടുതൽ സമയം ഈ നാടകത്തിൻ്റെ 3/4 ഭാഗവും ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം ശ്രേഷ്ഠമായിരുന്നു. 1/4 ഭാഗം മാത്രമാണ് എന്ത് ചെയ്തത്? ഇരുട്ടിലേക്ക് വന്നത്. ആ 3/4 ഭാഗം നന്നായി ജീവിച്ചത് കൊണ്ടാണ് നമുക്ക് വീണ്ടും സുഖവും ശാന്തിയും സന്തോഷമൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. ടേസ്റ്റ് അറിഞ്ഞതുകൊണ്ടാണ് അല്ലേ? അദാഹമുള്ളത് കൊണ്ടല്ലേ വരണ എല്ലാവരും എല്ലാ ദിവസവും. നോക്കൂ, ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്ക് ഓടി വന്ന് സത്സംഗത്തിലിരിക്കണില്ലേ? അല്ലേ? രുചിയുള്ളത് കൊണ്ടാണ്, നമുക്ക് ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഗൃഹപാഠം നോട്ട് ചെയ്തില്ലേ? എന്ത് നോട്ട് ചെയ്യുന്നു? ഉറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ സ്വാഹ ചെയ്യണം, എന്തൊക്കെ സൂക്ഷ്മമായത് സ്വാഹ ചെയ്യണമെന്ന് ആദ്യം നോക്ക്. സ്വഭാവ സംസ്കാര ചിന്താതലങ്ങളിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ എന്തൊക്കെ വേണ്ടാത്തതുണ്ട് നമുക്കും നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മൾ ഇടപഴകുന്നവർക്കും ദോഷം ചെയ്യുന്ന എന്തിഷ്ടമാണെങ്കിലും അത് നല്ലതല്ല. അത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. മംഗളം ചെയ്യാത്തതെന്തും ഉപകാരപ്പെടാത്തതെന്തും മറ്റുള്ളവർക്ക് കഷ്ടം കൊടുക്കുന്ന എല്ലാത്തിനും എന്ത് ചെയ്യണം? സ്വാഹ. രണ്ടാമത് നോട്ട് ചെയ്യേണ്ടത്, എനിക്കെൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ ധനം കൊണ്ട്, എൻ്റെ കഴിവുകൾ കൊണ്ട്, എൻ്റെ ഊർജം കൊണ്ട് എന്തൊക്കെ മംഗളകാര്യം ചെയ്യാം. അനേകർക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും എൻ്റെ രാഷ്ട്രത്തിനും എൻ്റെ ലോകത്തിൻ്റെയും മംഗളത്തിന് വേണ്ടി എനിക്ക് എന്തെല്ലാം നല്ലത് ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ദൂരെ എവിടെയും പോകണ്ട. ഇപ്പം ലോക്ക്ഡൗൺ ആണ്, പക്ഷെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാവുന്ന ധാരാളം മംഗളകാര്യങ്ങളുണ്ട്. ലിസ്റ്റ് എഴുതി നോക്കും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നല്ല കാര്യം. ഇപ്പോൾ ലോകത്തിന് ആവശ്യം അതാണ്, മംഗളകാരികളെ. വാനരസേനയെ ഭഗവാൻ ആവശ്യമുള്ള സമയമാണ്. ഇതാണ് ആ ചിറകെട്ടുന്ന സമയം, ഇക്കരെന്ന് അക്കരയ്ക്ക് പോകാനുള്ള ടൈം. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷനിലിരിക്കുമ്പോൾ ഒരു സെൽഫ് ചെക്കിങ് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം, ഇപ്പം നമുക്ക് മെഡിറ്റേഷനിൽ സെൽഫ് ചെക്ക് ചെയ്യാം. അതിനുശേഷം പിന്നീട് നിങ്ങൾ ഡയറിയിൽ നോട്ട് ചെയ്യാം.